അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി വനിതകളുടെ നേതൃത്വത്തിൽ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും സെമിനാറുകളും ചർച്ചകളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജനസംസ്കൃതി പോലെയുള്ള സംഘടന ചർച്ചകളും സെമിനാറുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുരോഗമന സംഘടനയായ ജനസംസ്കൃതി മെഹദുള്ളി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഇന്നാണ് വനിതാ വിമൻസ് സെലിബ്രേഷൻ ആഘോഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇവിടെ എത്തിയിരിക്കുന്ന വനിതാ CC മെമ്പറും സെൻട്രൽ കമ്മിറ്റി മെമ്പറും വനിതാ കൺവീനറുമായ ഹസീന, നമ്മളോട് പ്രഭാഷണം ചെയ്യാൻ എത്തിയിരിക്കുന്ന ഗായത്രി, മലയാളം മിഷന്റെ ജോയിന്റ് സെക്രട്ടറിയായ സുജാ രാജാവ് എന്നിവർ ആശംസകൾ നൽകുന്നു. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഫ്രം ട്രഡീഷൻ ടു ട്രാൻസ്ഫോർമേഷൻ ജേർണി ഓഫ് ഇന്ത്യൻ വുമൺ, അതായത് പാരമ്പര്യത്തിൽ നിന്നും പരിവർത്തനത്തിലേക്കുള്ള ഇന്ത്യൻ സ്ത്രീകളുടെ യാത്രയെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് OP ജിത്തൽ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഗായത്രി ബാലുശ്രീയാണ്. ഗായത്രി ജെൻഡർ സ്റ്റഡീസിലും ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു അക്കാഡമിക് റിസർച്ചറാണ്. മാത്രമല്ല ജനസംസ്കൃതിക്ക് ഗായത്രി പുറമേ നിന്നുള്ള വ്യക്തിത്വമല്ല. നമ്മളുടെ സപ്പോഴ്സ പരിപാടികളെല്ലാം ഗ്രൂപ്പ് ഡിസ്കഷനിൽ പാനലിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഗായത്രിയെ ഈ വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി ആദരവായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുന്നിക്ക് വന്നാൽ ഇതിന്റെ ഇടയിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. ഡിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടൊരു ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പരിപാടി നടക്കുമ്പോൾ അതിന്റെ പുറത്താണ് ഒരു പരിപാടി നടക്കുമ്പോൾ ഓരോ വ്യക്തികളും ഏത് ചെയറിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് അവർക്ക് ഇതിനോടുള്ള ഒരു താല്പര്യം പ്രകടമാക്കുന്നുണ്ട്. അപ്പൊ അല്ലെങ്കിൽ വനിതാ ദിനത്തോടനുബന്ധിച്ചിട്ടാണ് നമ്മുടെ ഇന്നെന്ന് വിളിച്ചിട്ടുള്ളത്. ഞാൻ സംസാരിക്കാൻ പോകുന്നതൊക്കെ വനിതാ ദിനത്തിന് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം പറയുന്നത് ഭയങ്കര അത്യാവശ്യമാണെന്ന് തോന്നുന്നു. കാരണം ഈ കാലഘട്ടത്തില് വനിതാ ദിനം എന്ന് പറയുമ്പോൾ ബ്യൂട്ടി പാർലറിൽ 30% ഡിസ്കൗണ്ട്. അന്ന് എല്ലാവരും ഓഫീസിലേക്ക് കളർ കോഡഡ് ആയിട്ട് ഡ്രസ്സ് ഇട്ട് പോകുന്നു. എല്ലാവർക്കും ഒരു റോസാപ്പൂ നൽകുന്നു നിങ്ങളുടെ ഓഫീസുകളിൽ നിന്ന്. പിന്നെ എന്തൊക്കെയാ, ഊബർ വന്ന് റൈഡ്, സ്ത്രീകളാണെങ്കിൽ 30% ഡിസ്കൗണ്ട്. മോണ്യുമെന്റ്സിലേക്ക് എൻ്റർ ചെയ്യാൻ നമുക്ക് അന്ന് പൈസ വേണ്ട. കുത്തബ്മിനാർ ഉണ്ടായിരുന്നു എനിക്കറിയില്ല, താജ്മഹലൊക്കെ അന്ന്. അപ്പൊ ഈ രീതിയിലൊരു ഡിസ്കൗണ്ടഡ് ഒരു കളർ കോഡിങ്, ശരിക്കും അതിലൊക്കെ ഉപരിയായിട്ട് ഒരു സോഷ്യലിസ്റ്റ് വിമൻസ് ഹിസ്റ്ററി വനിതാ ദിനത്തിന്. 20th സെഞ്ച്വറിയുടെ ബിഗിനിങ്ങിൽ 1908-കളിലൊക്കെ അമേരിക്കയിൽ ഒരുപാട് സ്ത്രീകളുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. 10 മണിക്കൂർ ജോലി സമയം, അന്ന് 8 അല്ല 10 ഡിമാൻഡ്, പിന്നെ അത് 8. സുരക്ഷിതമായ തൊഴിലിടങ്ങൾ, മൊത്തത്തിലൊരു ഡിഗ്നിഫൈഡ് ജോലി ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ തെരുവീഥികളിൽ സമരം ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ 1910 ആകുമ്പോൾ അന്നത്തെ US സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അവരൊരു തീരുമാനം എടുക്കുകയാണ്. അത് സഫ്രേജ് മൂവ്മെന്റ് ഉണ്ട്, അവിടെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനായിട്ട് ഒരു മൂവ്മെന്റ് പല രാജ്യങ്ങളിലും നടന്നിട്ടുണ്ട്. അതിലൂടെ ഞാൻ വരാം. ഒരു ദിവസം, വർഷത്തിൽ ഒരു ദിവസം നമുക്ക് ഇതൊക്കെ ഒന്ന് ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ദിവസം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ഒരു മാർച്ച് 8 വിചാരിക്കുന്നു. അങ്ങനെ 1910 ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് വിമൻ കോൺഫറൻസിൽ ക്ലാര സെഡ്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് വനിത, വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് പറയാണ്, ലോകം മുഴുവൻ മാർച്ച് 8 നമുക്ക് വനിതാ ദിനമായിട്ട് ആചരിച്ച് തുടങ്ങണം എന്നുള്ളത്. ഇത് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം വനിതാ ദിനത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് വിമോചനത്തിന്റെ ചരിത്രമാണ്, ലിബറേഷന്റെ ചരിത്രമാണ്, ഇമാൻസിപ്പേഷന്റെ ചരിത്രമാണ്. ഈ വാക്കുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം ഇത് ശരിക്കും സ്ത്രീകളുടെ മാത്രം വിമോചനമല്ല, ഒരു ഘടനാപരമായിട്ട് സ്ട്രക്ചറലി ഒരു സമൂഹം മാറുക എന്ന് പറയുന്നത് ആ സ്ട്രക്ചറില് വിഷമം അനുഭവിക്കുന്ന എല്ലാവരിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. അതിൽ സ്ത്രീകൾ ഉണ്ടാവും, പുരുഷന്മാരുണ്ടാവും, ക്ലാസ് വൈസ് നോക്കുമ്പോൾ നമ്മൾ പാവപ്പെട്ടവരുണ്ടാവും. അതൊരു തുല്യമായിട്ടൊരു ഘടനയായിട്ട് മാറുമ്പോൾ അതിലെല്ലാവരും ബെനിഫിറ്റഡ് ആവുന്ന
നമ്മൾ പറയുന്ന മാർമരിക്കൽ സമരം എന്ന് പറയുന്നത് അത് ശരിക്കും സ്ത്രീകളുടെ സമരമല്ലല്ലോ. ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ജാതീയതയ്ക്കെതിരെയുള്ള സമരം കൂടിയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലെ ചരിത്രത്തിലെ ഏടുകൾ എടുത്തു നോക്കിയാലും ഇതുപോലെ ഒരു ഘടനാപരമായിട്ടുള്ള സ്ട്രക്ചറലി നമുക്ക് എങ്ങനെ മാറാം, ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാം, നമ്മുടെ ഇന്നത്തെ വിഷയത്തിലെ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതോ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ഇപ്പൊ ഒരു 1977 തൊട്ടൊക്കെ UN ഏറ്റെടുക്കുകയാണ് മാർച്ച് 8 നമുക്ക് വനിതാ ദിനമായിട്ട് ആദരിക്കാന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സോഷ്യലിസ്റ്റ് ഹിസ്റ്ററിയോ അതിൻ്റെ ഒരു വർക്കിംഗ് ക്ലാസ് ഹിസ്റ്ററിയോ അതിലെന്തായിരുന്നു നമ്മുടെ ഡിമാൻഡ്സ് അതിലൊന്നും പ്രാധാന്യം നൽകാതെ ഈ ഡിസ്കൗണ്ടഡ് ഒരു റെഡ് ഫ്ലവർ മാച്ചിങ് ഡ്രസ്സസ് ഈ ഒരു രീതിയിലോട്ട് അതിനെ ചുരുക്കുന്ന രീതിയിലുള്ളൊരു പൊളിറ്റിക്സ് ആണ് നമ്മൾ കാണുന്നത്. അവിടെ ഈ ശാക്തീകരണം എംപവർമെന്റ് എന്നുള്ള വാക്ക് വരുന്നത്, എംപവർമെന്റ് ശാക്തീകരണം എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ആ വാക്കിനൊരു പ്രശ്നമുണ്ട്, ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഒരു വിമോചനം എന്നുള്ള വാക്ക് എടുക്കുമ്പോഴും ഒരു ലിബറേഷൻ ഇമാൻസിപ്പേഷൻ ഒക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന എംപവർമെന്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക്, അതിന്റെ മലയാളം ശാക്തീകരണമായിരുന്നു. ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമുക്കൊരു ഇന്ററാക്റ്റീവ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ നമ്മളുടെ ഒരാളാണെന്നാണ് ഞാൻ കരുതുന്നത്. ആ രീതിയിൽ ഇവിടെ വന്നിട്ട് കുറെ ഒരു സ്പീച്ച് അല്ലാതെ നമുക്ക് കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ട് ചെയ്താൽ. സോ ശാക്തീകരിക്കുന്നതിൽ എന്താ വെച്ചാൽ നമ്മളൊരു ആരും എംപവർ ചെയ്യണം, ഓണെന്ന് ആരും അല്ലെങ്കിൽ എന്തൊക്കെയോ പോളിസി കൊടുത്തിട്ട് അല്ലെങ്കിൽ അങ്ങനെ പൊക്കി കൊണ്ടുവരണം. അങ്ങനെ അബലകളായി കിടക്കുന്നവരാണ് അല്ലെങ്കിൽ അങ്ങനെ പൊക്കി കൊണ്ടുവരണം. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കാലത്ത് ഇലക്ഷൻ സമയത്ത് പല സംസ്ഥാനങ്ങളിലും കണ്ടുവരുന്ന ക്യാഷ് ട്രാൻസ്ഫേഴ്സ് 2000 രൂപ 2500 രൂപ 3000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇടുന്ന തരത്തിലുള്ള ക്യാഷ് ട്രാൻസ്ഫേഴ്സ്. അത് ശരിക്കും അത് വേണം. നമ്മൾ പാവപ്പെട്ട സ്ത്രീകൾക്ക് 2000 രൂപ കൊടുക്കരുത് 3000 രൂപ കൊടുക്കരുത് എന്നല്ല നമ്മുടെ ആർഗ്യുമെന്റ്. ഇത്രയും 2000-3000 രൂപ ഒരു മാസ് സ്കെയിലിൽ സ്ത്രീകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുന്ന എന്ത് സാമൂഹിക അവസ്ഥയാണ് നമുക്കുള്ളത്? ആ സാമൂഹിക അവസ്ഥയെ നമ്മൾ ചോദ്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 2000 നിങ്ങൾ പറയുന്നത് സ്ത്രീകൾ വീട്ടിൽ ജോലി ചെയ്യുന്നതിനുള്ള കൂലിയാണ്. അങ്ങനെയാണെങ്കിൽ 2000 രൂപ കുറയും, മിനിമം വേജസെങ്കിലും കൊടുക്കണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ക്യാഷ് കുറച്ചൊന്ന് സ്ത്രീകളുടെ കയ്യിൽ വന്നാൽ മാർക്കറ്റ് ചലിക്കും. ആ ലോജിക് ആണെങ്കിൽ മാർക്കറ്റ് ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളുടെ കയ്യിലോട്ട് പൈസ ഇട്ട് കൊടുക്കേണ്ട ഒരു സാമ്പത്തിക സാമൂഹിക അവസ്ഥ മാറണ്ടേ എന്നുള്ളൊരു ചോദ്യം മറുചോദ്യവും ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ആ ഒരു പൊളിറ്റിക്സിന്റെ ഇടയിൽ നമ്മൾ ഇതിനെല്ലാം പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു വിമോചനം, ഒരു ലിബറേഷൻ പ്രൊജക്ട് എന്ന് ഇപ്പൊ നമ്മൾ ഏറെക്കുറെ നിലകൊള്ളുന്നത് ശാക്തീകരണം അതെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു എന്നുള്ളൊരവസ്ഥയില്ല. ഒരു മൂവ്മെന്റ് ഇല്ല. അപ്പൊ ഇന്ത്യയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളൊരു കോളനി ആയിരുന്നു, ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. അപ്പൊ ഏറെക്കുറെ നമ്മുടെ സ്ട്രഗിൾസ് ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു കൊളോണിയൽ വാഴ്ചയിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു സാധനമാണ്. അത് നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഒരു ഐഡന്റിറ്റി ബേസ്ഡ് തരംതിരിച്ചിട്ടുള്ള ഒരു ചിന്ത ക്ലാസ് സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതോടുകൂടി എല്ലാവരും അതിലൂടെ ഒരു പുരോഗമനം സംഭവിക്കും എന്നുള്ള ഒരു ചിന്തയ്ക്കായിരുന്നു ആ കാലത്ത്. പക്ഷെ പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് മനസ്സിലാവുകയാണ്. അംബേദ്കറൊക്കെ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സ്വാതന്ത്ര്യം ലഭിക്കുന്നതോടുകൂടി എല്ലാവരും ബൈ ഡിഫോൾട്ട് പുരോഗമനം വരില്ല. അതത് സമൂഹത്തിലുള്ള എല്ലാ തരത്തിലുള്ള സ്ട്രക്ചറൽ ഇൻഇക്വാലിറ്റീസും അവരിൽ അതിലുണ്ട്. അതൊരു 70-80 തൊട്ടിട്ട് ഇന്ത്യയിൽ ഒരുപാട് വിമൻസ് മൂവ്മെന്റുകൾ ഉണ്ടാകുന്നതായിട്ട് കാണാം. ആ വിമൻസ് മൂവ്മെന്റ് പല പല തരത്തിലാണ്. പ്രൈസ് റൈസിന് എതിരെ, പിന്നെ ഡൗറി ഡെത്ത്, സ്ത്രീധന മരണങ്ങളാ സമയത്ത് പല പല അനേകായിരം മരണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലമായിരുന്നു അത്. ഡൽഹിയിലൊക്കെ ഭയങ്കരമായിട്ട് ഒരു വിമൻസ് മൂവ്മെന്റ് 70-കളിലും 80-കളിലും ഒക്കെ രൂപം കൊള്ളുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഈ
അക്കാദമിക മേഖലയിലുള്ളവരും മറ്റിടങ്ങളിലുള്ളവരൊക്കെ പറഞ്ഞിരുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ഒരു കോമൺ സെൻസിക്കൽ ചിന്ത ഉണ്ടല്ലോ, ഡു യുവർ ഹാർഡ് വർക്ക്, നിങ്ങൾക്ക് പുറത്തു വരാം, നിങ്ങൾ ശ്രമിച്ചാൽ മതി, മോട്ടിവേഷണൽ സാധനങ്ങളോ, നിങ്ങൾ ശ്രമിക്കും, നിങ്ങൾ ശ്രമിക്കാത്തതാണ് കുഴപ്പം, നിങ്ങൾക്ക് കഴിയും, നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങൾ സുനിത വില്യംസിനെ കണ്ടിട്ടില്ലേ, നിങ്ങൾ ഇന്ദിരാ ഗാന്ധിയെ കണ്ടിട്ടില്ലേ, ഒരു 4 പെണ്ണുങ്ങളെ പേര് പറയും, അവരെ നോക്കൂ, അവരെല്ലാം. പക്ഷെ അവരൊക്കെ വരുന്നത് ഏത് സാഹചര്യത്തിൽ നിന്നാണെന്നും കണ്ടീഷൻസ് പറയും. ആ ഏത് കണ്ടീഷൻസിനാണ് അവർ അവിടെ എത്തിയതെന്നും പലപ്പോഴും അറിയും. അപ്പൊ ഈ ഒരു ഞാൻ പറഞ്ഞത് 60കളിലും 70കളിലൊക്കെ കുറെ ഫെമിനിസ്റ്റുകളായിട്ടുള്ള എക്കണോമിസ്റ്റുകൾക്ക് ഇതൊന്ന് പ്രൂവ് ചെയ്യണമല്ലോ. നിങ്ങൾ ഈ പൊങ്ങി വരാൻ പറയുമ്പോൾ പറ്റുന്നില്ല, ഘടനാപരമായി സ്ത്രീകൾ അടിച്ചു നിർത്തുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ. അപ്പൊ എസ്റ്റർ ബോസറോക്ക് എന്നൊക്കെ ഉള്ള ഒരു US ബേസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് ഇത് പ്രൂവ് ചെയ്യണം. അതായത് സ്ത്രീകൾക്ക് ലേബർ മാർക്കറ്റ്, തൊഴിലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ സ്ത്രീകൾ തൊഴിലോട്ട് എൻ്റർ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ എൻ്റർ ചെയ്യാത്തല്ല, ഇത് നാച്ചുറലി സംഭവിക്കില്ല. ഇതിൽ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, വിവേചനം ഉണ്ട് എന്നുള്ളത് അവർ ഡാറ്റ വെച്ച് പ്രൂവ് ചെയ്യുന്ന ഒരു സെമിനൽ പുസ്തകം ഉണ്ടാകും ആ സമയത്ത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മള് ഇന്ത്യയിൽ വൺ ഓഫ് ദ ഡ്രീമസ്റ്റ് പ്രൊഫഷൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യക്ക് നോക്കുകയാണെങ്കിൽ, ഒരു പ്രൈവറ്റ് അല്ല പബ്ലിക് സെക്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഡ്രീമിലായിട്ടുള്ള സിവിൽ സർവീസ്. ഒബിയസ്ലി സിവിൽ സർവീസിലെ തീം ഏതാ? IFS, ഫോറിൻ സർവീസ്. ലൈക്ക് അധികവും ടോപ്പ് റാങ്കിൽ വരുന്നത് ഫോറിൻ സർവീസിന് ബെറ്റർ പ്രിഫറൻസ് എന്ന് പറയുന്നത് അല്ല. അപ്പൊ മുത്തമ്മ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സിവിൽ സർവന്റ് ആയിരുന്നു മുത്തമ്മ. ഓക്കെ, അവർ കൂർഗ് എന്നുള്ള ഒരാളായിരുന്നു. അവരുടെ അച്ഛനൊക്കെ 9ാം വയസ്സിൽ മരിച്ചിട്ട് അമ്മ വളരെ കഷ്ടപ്പെട്ട് മക്കളെയൊക്കെ പഠിപ്പിച്ച് എക്സ്ട്രീംലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ. അവരാണ് ഇന്ത്യൻ ഫസ്റ്റ് വിമൻ സിവിൽ സർവന്റ്. അവർ IFS ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. 1949 കഥയാണ് പറയുന്നത്. അവർ സിവിൽ സർവീസ് കിട്ടുന്നു, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഓപ്റ്റ് ചെയ്യുന്നു. അവർ ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്നു. അവരോട് പറയുന്നു ഫോറിൻ സർവീസിലോട്ട് നിങ്ങൾക്ക് പറ്റില്ല, കാരണം നിങ്ങളൊരു സ്ത്രീയാണ്. അപ്പൊ ഇവർ ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്ന് ആർഗ്യൂ ചെയ്യുന്നു. അവസാനം അവരെ കൊണ്ട് ഒരു അഫിഡവിറ്റ് സൈൻ ചെയ്യിക്കുന്നു, നിങ്ങൾ ഒരിക്കലും കല്യാണം കഴിക്കില്ല. ദിസ് ഇസ് ഇന്ത്യ. 1949 നടന്ന ഇന്ത്യൻ ഫോറിൻ സർവീസിന്റെ കഥയാണ് ഞാൻ പറയുന്നത്. ഘടനാപരമായിട്ടുള്ള വിവേചനങ്ങളാണ്. അവരത് സൈൻ ചെയ്യുന്നു. സോ ഇന്ത്യൻ ഫോറിൻ സർവീസിലുള്ള വനിതകൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ക്ലോസ് മാറിയത് ഏത് കൊല്ലാണെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഏകദേശം 1971 വരെ ഈ ക്ലോസ് ഉണ്ടായിരുന്നു. സോ നൗ യു ആർ ടെല്ലിംഗ് മീ ഇന്ത്യൻ ഫോറിൻ സർവീസിൽ സ്ത്രീകളില്ല, കാരണം സ്ത്രീകൾ ഹാർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്, സ്ത്രീകൾ എത്താത്തതുകൊണ്ടാണ് പുരുഷൻ നേരിടേണ്ടി വരുന്നില്ല ആ ഇന്റർവ്യൂ പാനലിൽ കിട്ടിയപ്പോൾ. ഇന്ത്യയുടെ ചരിത്രമാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കഥകളുണ്ട് ഈ ഫോറിൻ സർവീസ് ആയിട്ട് വന്നിട്ട്. ഈ മുത്തമ്മ ജോയിൻ ചെയ്ത ശേഷം 2 കൊല്ലത്തിന് ശേഷം ജോയിൻ ചെയ്യുന്ന വേറൊരു സ്ത്രീ ഉണ്ട്. അവരുടെ പേര് മീര ആയിരുന്നു എന്നാണ്. അവരത് റിസൈൻ ചെയ്യാണ് 10 കൊല്ലം കഴിയുമ്പോൾ. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി, ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ഇരിക്കുമ്പോൾ 2 പേര് പ്രണയത്തിലാവുന്നു. മുസൗറി അക്കാഡമി, അന്നത്തെ മുസൗറിയാണോ അറിയില്ല, അന്നത്തെ അക്കാഡമി, 2 ആളും സിവിൽ സർവൻസ് ആണ്. അപ്പൊ ഇവർക്ക് കല്യാണം കഴിക്കണമല്ലോ. അപ്പൊ അവര് നെഹ്റുവിന് നേരിട്ട് കത്തെഴുതുന്നു, ഇതൊന്നും ഞങ്ങൾക്കൊന്നില്ല, അത് ചിന്തയും യു വോണ്ട് ടു ഗെറ്റ് മാരീഡ് എന്നുള്ള രീതി. ഈ ഇങ്ങനത്തെ കുറെ കഥകൾ കിട്ടുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിമിനേഷന്റെ. അപ്പോ സ്ത്രീകൾ മുന്നോട്ട് വരാത്തത് സ്ത്രീകൾ നമ്മൾ മോട്ടിവേറ്റഡ് അല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ IIT-കളിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യം അതാണ് ഒരു കാര്യം. സോ ഇഫ് യു ആർ ടെല്ലിംഗ് മീ women are not good in science, അത് കെയർ ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ എക്സാക്ട് ഒരു വീടിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഒരു സ്ത്രീക്കാണ്. അതിൽ കെയറിങ് വരുന്നു, മാനേജ്മെന്റ് വരുന്നു, എല്ലാം വരുന്നു. ഇനി നമ്മളുടെ എക്സാമ്പിൾ വെച്ചിട്ടല്ല, മൊത്തത്തില് ഇപ്പൊ ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഉള്ള തൊഴിൽ മേഖലകൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും. കോമൺ സെൻസ് പറഞ്ഞാൽ നഴ്സ്, ടീച്ചിങ്, പിന്നെ
ലൈഫ് വേൾഡ് വെച്ചിട്ടല്ല, ഒരു ഇന്ത്യൻ കോമൺ സെൻസിക്കൽ നേഴ്സ്, ടീച്ചിങ്. പിന്നെ നമ്മളുടെ വർക്ക് മാത്രം ചിന്തിക്കരുത് കേട്ടോ. പാവപ്പെട്ടവരെ വെച്ച് നോക്കുമ്പോൾ സാനിറ്റേഷൻ വർക്കേഴ്സ്. ആൻഡ് ഡൽഹിയിലാണ് നമ്മളെല്ലാവരും സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ഒരു മേഖല ഏതാ? ഡൊമസ്റ്റിക് വർക്ക്. നമ്മളെ വീടുകളിലൊക്കെ വരുന്ന ഒരുപാട് ചേച്ചിമാര്, പിന്നെ അങ്ങനെ കുറെ മേഖല. ഇതിനൊരു കണ്ടിന്യൂറ്റി കാണുന്നുണ്ടോ? ഇതിന് സ്ത്രീകൾ വീട്ടിൽ ചെയ്യുന്ന നമുക്ക് ശമ്പളമൊന്നും കിട്ടാത്ത തൊഴിലും, സ്ത്രീകൾ ചൂസ് ടു ഗോ ഔട്ട് ആൻഡ് വർക്ക് അവർ ചെയ്യുന്ന തൊഴിലുകളും തമ്മിലൊരു കണ്ടിന്യൂറ്റി ഉണ്ടോ? ശരിക്കും ഇതന്നെയല്ല ചെയ്യുന്നത്. ക്ലീനിങ്, യു സി വിമൻ ആൻഡ് ഡൊമസ്റ്റിക് വർക്ക്. കെയറിങ്, കുറേ സ്ത്രീകൾ നഴ്സിംഗിൽ. വീട് മാനേജ് ചെയ്യുക, കുട്ടികളെ പഠിപ്പിക്കുക, ടേക്ക് കെയർ ചെയ്യുക, കുറേ സ്ത്രീകൾ ടീച്ചിങ്ങില്. ഓക്കെ, അപ്പൊ സ്ത്രീകൾ പുറത്ത് തൊഴിൽ തേടുമ്പോഴും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ എത്തിപ്പെടുന്ന മേഖലകൾ എന്ന് പറയുന്നത് അവർ വീട്ടില് ശമ്പളം കിട്ടാതെ ചെയ്യുന്ന കുറേ കാര്യങ്ങളല്ല. അതിന്റെ നേരെ എക്സ്റ്റൻഷൻ ആയിട്ട് നിങ്ങൾ പെയ്ഡ് എക്കോണമിക്ക് എത്തിപ്പെടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തൊഴിലുകളാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ വീട് കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ഏത് ജോലിയാ കിട്ടുക, ആ ജോലിയിലേക്കാണ് പോകുന്നത്. ടീച്ചേഴ്സ് ആണ് നമ്മുടെ നാട്ടിലെ എന്റെ ക്ലാസിക് എക്സാമ്പിൾ. എന്റെ ചെറുപ്പകാലത്ത് ടീച്ചർമാർക്ക് ഭയങ്കര ഉണ്ടായിരുന്നു കല്യാണ മാർക്കറ്റില്. കാരണം ജോലി, ശമ്പളം ഉണ്ടാവും, വൈകുന്നേരം വീട്ടിൽ വരാം, കുട്ടികളെയും നോക്കാം, കുട്ടികളെയും പഠിപ്പിക്കാം. അപ്പൊ ഇതിന് ഈ മൊത്തത്തിലൊരു സ്കോളർഷിപ്പിൽ പറയുന്ന ഒരു സാധനമാണ് പെയ്ഡ് അൺപെയ്ഡ് വർക്ക് കണ്ടിന്യൂം. അതായത് നമ്മള് വീടുകളില് പൈസയൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന തൊഴിലും സ്ത്രീകൾ പുറത്ത് പോയി എക്കോണമിയിൽ ശമ്പളം വാങ്ങി ചെയ്യുന്ന തൊഴിലും നമുക്കൊരു വലിയ കോറിലേഷൻ കാണാൻ പറ്റും. ഇത് ഇന്ത്യയുടെ മാത്രമല്ല കേട്ടോ, ലോകത്തിൽ. ഇന്ത്യൻ എക്സാമ്പിൾ ലോകത്തിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ സ്ത്രീകൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താണോ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക അത് നമ്മൾ ചെയ്യും. 4 പടങ്ങൾ, 5 പടങ്ങൾ, 10-20 കയ്യിലുള്ള സ്ത്രീകൾ. ഓക്കെ, കുട്ടികൾ വരച്ചതാണ്, വിമൻ എംപവർമെന്റ് ആണ്. ഞാൻ വന്നപ്പോ നോക്കുമായിരുന്നു. അവിടുത്തെ 3ാമത്തെ പടം, പിന്നെ ഇവിടെ ഒരു പടം, പിന്നെ ഇവിടെ 5 പടത്തിലുണ്ടെങ്കിൽ 10-20 കൈയായിട്ട് സ്ത്രീകൾ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നു. വാട്ട് ഡസ് ദാറ്റ് ഇംപ്ലൈ? നമ്മളൊരു പുരുഷനെ വരയ്ക്കുമ്പോ ഇതൊക്കെ വരയ്ക്കുന്നുണ്ടോ? എല്ലാവർക്കും ഇതൊക്കെ മാനേജ് ചെയ്യണ്ടേ? ജീവിതമല്ല, എല്ലാവർക്കും എല്ലാം ചെയ്യണ്ടേ? ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ചത്തുപോലും. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു പുരുഷന്റെ ചിത്രം വരയ്ക്കുമ്പോൾ 20 കൈയായിട്ട് വരയ്ക്കുന്നില്ലല്ലോ. കാരണം നമ്മളുടെ ക്രിട്ടിസൈസ് ചെയ്യണം, ഞാൻ ഈ ചിത്രങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മളെ പൊതുബോധത്തിൽ എത്രയോ ഉണ്ട് എല്ലാം മാനേജ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഐഡിയൽ സ്ത്രീ. കണ്ടോ, അവളെ കണ്ടോ? പുറത്ത് പോയി ജോലി ചെയ്യുന്നു, വീട്ടിൽ വന്ന് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു, പിന്നെ രാവിലെ ഇതാക്കുന്നു, പിന്നെ അവൾ വീട്ടിൽ പോയി ജോലി ചെയ്യുന്നു. എന്തൊരു പെണ്ണ്! നമ്മൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, വേറൊരാൾ പറഞ്ഞു നല്ല പറഞ്ഞൊക്കെ ഞാനും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. ഒറ്റ MD ഓഫീസ്, 2 കുട്ടികളുണ്ട്, അത് നോക്കുന്നു എല്ലാം ഇങ്ങനെ മാനേജ് ചെയ്യുന്നത് ഒരു ഐഡിയൽ സാധനമായിട്ട് നിർത്തുമ്പോൾ സ്ത്രീകൾ എക്സോസ്റ്റഡ് ആയി പോവാണ്. ഒരു പരിധി കഴിയുമ്പോൾ അങ്ങനെ പറ്റാതെ ആവുന്നത്. മദർഹുഡ് പെനാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. അതായത് കുട്ടികളൊക്കെ ആയതിനു ശേഷം വീണ്ടും തൊഴിലിടത്തേക്ക് റീഎൻട്രി ചെയ്യാൻ പറ്റാതെ നിന്ന് പോകണം. എനിക്കൊക്കെ പേഴ്സണലി അറിയുന്ന കുറെ പേരുണ്ട്. ഈ ഒരു ലാർജർ പ്രിസത്തിൽ നമ്മൾ ഈ വിഷയത്തെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് ഒരു വ്യക്തി വിചാരിച്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ നല്ലോണം പഠിച്ചു, ഞാൻ നല്ലോണം എൻട്രൻസ് എക്സാം എഴുതി, എനിക്ക് നല്ല ജോലി കിട്ടി. പക്ഷെ there is a limit to it. നമ്മൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ സ്ത്രീകൾക്ക് ഉണ്ടാക്കുന്ന തൊഴിലവസരങ്ങൾ എന്താ? തയ്യൽ മെഷീൻ, ഗ്രാമങ്ങളിൽ പോണേ തയ്യൽ മെഷീൻ, പിന്നെന്താ ബ്യൂട്ടി പാർലർ, സ്കിൽ ഇന്ത്യയില് AI കോഡിംഗ് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കല്ലേ. നമ്മള് ഗ്രാമീണ സ്ത്രീകൾ AI കോഡിംഗ് പഠിക്കട്ടെ, ഒരു കോഡ് ചെയ്യട്ടെ.
സഹിച്ച് ജീവിക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ലാർജർ ഘടനാപരമായിട്ടുള്ള രീതിയിൽ സ്ത്രീ വിഷയങ്ങളെ സമീപിക്കാനാണ് പലപ്പോഴും നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യേണ്ടതും, അല്ലെങ്കിൽ അത് വല്ലാത്തൊരു കുറ്റബോധത്തിലോടൊക്കെ നമ്മളെ ചെന്നെത്തിപ്പിക്കും. ഞാൻ എന്ത് പറ്റുന്നുണ്ടാകുന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഒന്ന് ഇതൊക്കെ തന്നെയാണ് റിയലി അപ്രീഷിയേറ്റ്. നമ്മൾ കൂട്ടായ്മകളിൽ വരിക, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതായത് എന്റെ പ്രശ്നം എന്റെ മാത്രം പ്രശ്നമല്ല, എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയുമ്പോൾ സമാധാനം കിട്ടുമല്ലോ. സമാധാനം ഉണ്ടാകുന്നത്. അപ്പൊ പിന്നെ നമുക്ക് കുറച്ചുകൂടി സ്ട്രക്ചറിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന അവസരങ്ങളുണ്ടാവും. അപ്പൊ നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ കുടുംബശ്രീന്റെ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുന്നുണ്ട്. 1990s ഒരു ഡീസെൻട്രലൈസേഷൻ വികേന്ദ്രീകരണ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ താഴെ തട്ടിലുള്ള അയൽക്കൂട്ടങ്ങളിലെ സ്ത്രീകളെ കൊണ്ടുവരികയും പിന്നെ അത് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികളിൽ കൊണ്ടുവരികയും പിന്നെ അത് CDSൽ കൊണ്ടുവരികയും ചെയ്യുന്ന രീതിയിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ സ്ത്രീകളെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് കുടുംബശ്രീ മാറി. അതിന് കുടുംബശ്രീ ശരിക്കും അയൽപക്കത്തിലേക്കുള്ള ദൂരം കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനൊരു കാരണം വെച്ചാൽ ഡെഫിനറ്റ്ലി നമ്മൾ പൈസ കൊടുക്കുന്നു, ലോൺ കൊടുക്കാൻ പറ്റുന്നു. അപ്പൊ സ്വാഭാവികമായി സ്ത്രീകൾക്ക് സ്വന്തം കുടുംബത്തിൽ ഒരു നെഗോസിയേഷൻ പവർ കൂടുന്നുണ്ട്, ഇതിലൊക്കെ പങ്കാളിയാവുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കുടുംബശ്രീ അച്ചീവ് ചെയ്തിട്ടുള്ളത് 2.5 ലക്ഷത്തോളം കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുണ്ട്. 45 ലക്ഷത്തോളം സ്ത്രീകൾ അതിൽ ഭാഗമാണ്. താഴെ തട്ടിലുള്ള സ്ത്രീകളിലേക്ക് സ്ത്രീപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയം വിചാരങ്ങളൊക്കെ കൊണ്ടെത്തിക്കാനുള്ള ഒരു നെറ്റ്വർക്കായി മാറി കുടുംബശ്രീ എന്ന് പറയുന്നത്. അത് വളരെ ഓർഗാനിക് ആയിട്ട് സംഭവിച്ച ഒന്നല്ല. ഇത്തരം കൂട്ടായ്മകൾ വളരെ ഓർഗാനിക് ആയിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവില്ല. അതിന് പണിയെടുക്കണം, അതിന് ഓർഗനൈസേഷൻസ് ബിൽഡ് ചെയ്യണം. കുടുംബശ്രീക്ക് അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റും. ഒരു ഐഡിയൽ സാധനമായിട്ടല്ലേ കുടുംബശ്രീനെ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ പോവാണെങ്കിൽ ഓള് കുടുംബശ്രീക്ക് പോവാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന എത്ര പേരുണ്ട്. അങ്ങനെ പോകുമ്പോ കുടുംബശ്രീ ജയ 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 സിനിമ കണ്ടിരുന്നോ? നല്ല സിനിമ, എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ തന്നെ പഠിപ്പിക്കുന്ന രാഷ്ട്രീയം അല്ല. അതിലൊരു ഭർത്താവിനെ അടിച്ചു വീഴ്ത്തുന്ന ഒരു പെൺകുട്ടി ഉണ്ട്, നല്ല രസമുണ്ട്. പക്ഷെ അതേ സമയത്ത് അവരുടെ അമ്മായിയമ്മ കുടുംബശ്രീയിൽ പോകുന്നത് വളരെ കാരിക്കേച്ചറായിട്ട് വളരെ തമാശയായിട്ട് എന്തോ ഒരു പെണ്ണുങ്ങൾ വന്ന് തല്ലുടുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് അടിച്ചു വീഴ്ത്തുന്നതാണ് നമ്മുടെ സ്ത്രീപക്ഷ രാഷ്ട്രീയം. വളരെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ കൂട്ടായ്മകളിലൂടെ വന്നിട്ട് മധ്യവയസ്കരായിട്ടുള്ള സ്ത്രീകള് വയസ്സായിട്ടുള്ള സ്ത്രീകള് ഒരു കൂട്ടം കൂടി അവിടെ ഒരു പബ്ലിക് പ്രസൻസ്, പൊതുമണ്ഡലത്തിലുള്ള പ്രസൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്തോ കളിയാക്കേണ്ട ഒരു സാധനമാണ്. കോമഡി ഷോകളിലൊക്കെ സ്ഥിരമുള്ള സംഭവം. അതിനൊരു ഇരട്ടി കാണിക്കുക. അപ്പൊ ഇതുപോലുള്ള കൂട്ടായ്മകളിൽ ജനസംസ്കൃതി ആയാലും ഇത്തരം വിമൻസ് കമ്മിറ്റികളായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിനെ ഞാൻ അത് അപ്രീഷിയേറ്റ് ചെയ്യും. ഇതൊരു തുടക്കമാണ്. തുടക്കം വെച്ചാൽ കുറെ കാലമായിട്ടുള്ളതാണ് അറിയാം. എന്നിരുന്നാലും ഇത്തരം ചർച്ചകൾ ഇതിലോട്ട് വരും. നമ്മൾ നമ്മളുടെ പ്രശ്നങ്ങൾ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിന് നമ്മളിലുപരിയായിട്ട് എൻ്റെ എന്തോ കുഴപ്പമാണെന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇതിനൊരു ലാർജർ സോഷ്യൽ റീസൺ ഉണ്ട് എന്നുള്ളൊരു മനസ്സിലാക്കൽ, അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒന്നെന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ശരിക്കും പ്രൈമറിലി ഭാഗമായിട്ടുള്ളത് 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഒന്നിൽ കൂടുതലുണ്ട്. ഒന്ന് നമ്മൾ തന്നെ കുടുംബം. നമ്മളൊക്കെ കുറച്ച് സൊല്യൂഷൻ പറയേണ്ട ഒരു പ്രോബ്ലം മാത്രം പറഞ്ഞിട്ട്, ഒന്ന് നമ്മളുടെ കുടുംബം, ഒന്ന് നമ്മളുടെ തൊഴിലിടങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന വേറെ ഇടങ്ങൾ എന്താണോ അതൊക്കെ. നമ്മൾ കുടുംബത്തിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യം. ഇപ്പൊ പലപ്പോഴും നമ്മളൊക്കെ നമ്മളെ മുതിർന്നവരെ കണ്ടിട്ടാണ് വളരുന്നത്. ഒരു കാര്യം പറയാം, ഇപ്പൊ ഈ ഒരു ടൈം യൂസ് സർവേ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് ഇന്ത്യയില്. അതായത് ഒരു ദിവസം എത്ര സമയം
ശതമാനത്തോളം അവരുടെ ഒരു ദിവസത്തെ സമയം അവർക്ക് ശമ്പളമൊന്നും കിട്ടാത്ത ഈ ഒരു ആക്ടിവിറ്റികളിൽ ചെലവഴിക്കുമ്പോൾ പുരുഷന്മാർ അത് 2% മാത്രമാണ് ചെലവഴിക്കുന്നത്. ഇവിടെയുള്ള കുട്ടികൾക്ക് ഞാനൊരു എക്സസൈസ് ആണ്. ഒരു ദിവസം വീട്ടിലൊരു ഡയറി ബുക്കൊക്കെ ആയിട്ട് ഇരിക്കാം. ഒരു 24 hours കാലണ്ടർ ഉണ്ടാവും. 30 minutes ആ 30 minutes വീട്ടിൽ ഓരോ ആൾക്കാരും ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്താണെന്ന് എഴുതി വെക്കാം. അതിൽ അപ്പൊ നമുക്ക് വീട്ടിലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് എന്താണെന്ന് മനസ്സിലാവും. എന്നിട്ട് ഇത് പ്രശ്നമൊന്നും ഉണ്ടാക്കട്ടെ, just for understanding, because we have to change, right? We know I'm old, but there are so many youngsters here. I switched to English because I don't know if all of you understand Malayalam. The future is all of you. So let's not just follow what is there. Okay? മാറ്റം നമ്മളിലൂടെയാണ് വരാൻ പോകുന്നത്. You are the change makers. ഒരുപാട് മാറുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മൾ പ്രതിഷേധിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ചെറിയ വോയിസ് എങ്കിലും ഉയർത്താനുള്ളതാണ്. ഒരൊറ്റ എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന പല സ്ഥലങ്ങളിലും ഒരു ജെൻഡർ സെൻസിറ്റൈസേഷൻ കമ്മിറ്റി, അല്ലെങ്കിൽ ഇന്റേണൽ കംപ്ലൈൻറ്റ്സ് കമ്മിറ്റി അഗെയിൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ്, അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവില്ലേ? എയിംസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ എന്തായിരുന്നു അതായത് നമുക്ക് തൊഴിലിടങ്ങളിലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു മാൻഡേറ്റ് ആണ് ഇന്ത്യൻ ഗവൺമെന്റ്. അത് വേണം. ഇന്റേണൽ കംപ്ലൈൻറ്റ്സ് കമ്മിറ്റി എന്നാണ് പല സ്ഥലത്തും ആ കമ്മിറ്റികളെ പറയുക. അപ്പൊ അത് ഇന്ത്യയിൽ ശരിക്കും വിശാഖ ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസിന്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥാപനങ്ങളിലും പ്രൈവറ്റ്, പബ്ലിക്, എനിവെയർ, സ്കൂൾ, കോളേജ്, എനിവെയർ മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. അത് വരുന്നത് ശരിക്ക് ആ ഒരു കേസിന് ഒരു ബൻവാരി ദേവി എന്ന് പറഞ്ഞ രാജസ്ഥാനിലെ ഒരു പാവം സ്ത്രീ അവർക്കെതിരെയുള്ള സെക്ഷൽ വയലൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട്. 1990s തുടക്കത്തില് അവരുടെ തൊഴിലിടത്തില് അവർക്കെതിരെ ഒരു സെക്ഷൽ വയലൻസ് ഉണ്ടാവുകയാണ്. അതൊരു കേസായി മുന്നോട്ട് പോവുകയാണ്. അത് വിശാഖ ഗൈഡ് ലൈൻസ് എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് വർക്ക് പ്ലേസ് സെക്ഷൽ ഹറാസ്മെന്റിനെതിരെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുകയാണ്. അത് ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി ആയിട്ട് അത് മാറുമ്പോൾ ഇന്നും ബൻവാരി ദേവിന്റെ കേസിൽ അവർക്ക് നീതി കിട്ടിയില്ല. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നീതി കിട്ടിയിട്ടില്ല. അവർക്ക് അറിയൂന്ന് പോലും അറിയില്ല. അവർ ആ കേസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് വളരെ ഇൻഫോർമേറ്റീവ് രസകരമായിട്ടുള്ള ഇന്നത്തെ ഇന്ത്യൻ സ്ത്രീകളുടെ അവസ്ഥകളെ കുറിച്ച് ഗായത്രി ഇവിടെ സംസാരിച്ചത്. നിങ്ങൾക്ക് ഗായത്രിയുടെ വേണമെങ്കിൽ ഡിസ്കഷനിൽ പങ്കെടുക്കാം. അപ്പൊ ഗായത്രി ഞങ്ങൾ പറഞ്ഞു തരുള്ളൂ. കാരണം നമ്മൾക്ക് അറിയാം നമ്മുടെ താല്പര്യം നിങ്ങൾക്ക് ഗായത്രിയോട് നമ്മൾ ഡിസ്കഷനിൽ പങ്കെടുക്കാം. എന്നോട് ചോദിച്ചിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ എന്നെക്കാളും കുറെ അനുഭവമുള്ളവരുടെ ഇരിക്കുന്നുണ്ട്. അപ്പോ എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യണം. അങ്ങനെ നമുക്ക് ചെയ്യാം. നിങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ നിന്ന് പറയേണ്ടതാണ്. അവള് ഭയങ്കര രസകരമായിട്ട് പറഞ്ഞു സ്ത്രീകളുടെ. നമസ്കാരം. പറയാനൊന്നും അറിയില്ല. ഒരു പിന്നെ 1975 നമ്മുടെ രാജീവ് ഗാന്ധിയുടെ ഇതിലായിട്ടാണ് ഈ അംഗൻവാടി ഉണ്ടായത്. ആ അംഗൻവാടിയിലെ ഒരു ടീച്ചറാണ്. അപ്പൊ അത് വന്നതിന് ശേഷം സ്ത്രീകളും കുട്ടികളെയും സംരക്ഷിക്കാനുള്ള അതിൻ്റെ ഒരു തത്വം തന്നെ. അപ്പൊ അതുകൊണ്ട് കുറേ ആൾക്കാർ ഈ കുടുംബശ്രീ കൂട്ടത്തിൽ കൂടെ ഒക്കെ ആയിട്ട് മുന്നോട്ട് വരാൻ തുടങ്ങി. അതൊരു പ്രധാന കാര്യം. എല്ലാ കാര്യങ്ങൾക്കും പറഞ്ഞു കൊടുക്കാനും ഞങ്ങളിങ്ങനെ എല്ലാ മാസവും അവിടെ മദേഴ്സ് മീറ്റിംഗ് വിളിക്കും. അപ്പൊ അതിലൊരു വിധ ആൾക്കാരെല്ലാവരും പോകും. പിന്നെ അതിങ്ങനെ കുറെ പുരോഗമിച്ചു. പിന്നെ ലാസ്റ്റ് പിന്നെ കൗമാരക്കാരായി
പിന്നെ അങ്ങനെ വൃദ്ധരെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ എല്ലാ പരിഗണനയും കൊടുക്കുന്ന ആൾക്കാർ ഇല്ലാതുമായി. അപ്പൊ അങ്ങനെ കുറെ മുന്നോട്ട് പിന്നെ അങ്ങനെയാണ് നാട്ടുപുറങ്ങളിലൊക്കെ അങ്ങനെയാണ് പുരോഗതി ഉണ്ടായത്. ഞാനൊരു മലപ്പുറക്കാരിയാണ്, അപ്പൊ അത് മലപ്പുറം ഈ അംഗനവാടി ജീവനക്കാര് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഗ്രാസ് റൂട്ട്സ് പറയും, ഒരു കമ്മ്യൂണിറ്റി അടിസ്ഥാനത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് പറഞ്ഞാൽ തീരില്ല. അതായത് ലാസ്റ്റ് മൈൽ ഏജന്റ് എന്നാണ് എന്റെ ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ ഏത് പദ്ധതിയും ഓരോ വീടുകളിലും എത്തിക്കാനുള്ള ലാസ്റ്റ് മൈൽ ഏജൻസ് ആണ് അംഗൻവാടി വർക്കർക്ക്. അതായത് ICDS ഇന്ത്യയിൽ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എത്ര പ്രശംസ പറഞ്ഞാലും പറ്റില്ല. അണ്ടർഗ്രേഡ് ആണ് അറിയിക്കുന്ന. ഇപ്പോഴും തൊഴിൽ എന്ന് പറഞ്ഞിട്ട് അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. വോളണ്ടിയർ എന്നാണ് പറയുക, ഓണററി വർക്കേഴ്സ് ആണ്. കാരണം ഇത് ഇത്ര കാലം സ്കീമായിട്ട് വർക്ക് ചെയ്തിട്ടും ഒരു ജീവനക്കാരനേക്കാൾ കൂടുതൽ വോളണ്ടറി ഓണററി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ 30 കൊല്ലം ഇത് ചെയ്ത് നമ്മൾ റിട്ടയർ ചെയ്താലും സാധാരണ ഒരു സർക്കാർ ജീവനക്കാരെ കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സും കിട്ടില്ല. അംഗനവാടി ജീവനക്കാർ ഒന്നുമില്ല. അപ്പൊ എന്നിരുന്നാലും ഒരു പബ്ലിക് എംപ്ലോയ്മെന്റ് ആണ്. സ്ത്രീകൾ മാത്രമുള്ള ഒരു പബ്ലിക് എംപ്ലോയ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് നന്ദി അത് ഷെയർ ചെയ്തത്. ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകളുടെ കൂടെ തന്നെ പുരുഷന്മാര് അധിക വീടുകളിലും ഇപ്പൊ പുരുഷന്മാര് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഭർത്താക്കന്മാർ സഹായിക്കുന്ന വീടുകൾ ഒരുപാട് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് പറയാം അതിനെ പറ്റിയിട്ട്. പഴയ പോലെ അല്ലല്ലോ. നിങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാം. ഇങ്ങനെ ഒരു ഇതിലാണ് നമുക്കൊക്കെ ഷെയർ ചെയ്യാൻ ഉള്ളൊരു സംവിധാനം. അമ്മ മാത്രമേ ചെറുപ്പക്കാരിയിരിക്കുന്ന ജോലി ചെയ്യുന്ന വീട്ടിൽ പണി ചെയ്യുന്ന എത്ര ചെറുപ്പക്കാരിയിരിക്കുന്ന 2 കുട്ടി ഒന്നിച്ച് കൊണ്ടുപോകുന്ന എത്ര പേരിരിക്കുന്ന രണ്ടൊക്കെ അജിത നമുക്കൊന്നും ഡിസ്കസ് ചെയ്യണ്ടേ? കുറച്ചുകൂടി പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസ്. ഗായത്രിയുടെ പ്രഭാഷണം വളരെ രസകരമായിട്ടുണ്ട്. സംഭാഷണത്തിന്റെ വിഷയം കേട്ടപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ തോന്നി. പാരമ്പര്യത്തിൽ നിന്ന് പരിവർത്തനത്തിലേക്കുള്ള ഇന്ത്യൻ സ്ത്രീകളുടെ യാത്ര. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഗായത്രി ഇത് പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് പരിപാടി മലയാള ടീച്ചേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിനുവേണ്ടി നമ്മുടെ സുജ മാഡം വന്നിട്ടുണ്ട്. കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ അപെക്സ് ബോഡി മെമ്പറുമാണ് ശ്രീമതി സുജ രാജേന്ദ്രൻ. സുജ രാജേന്ദ്രനെ മേഖലകളിലുള്ളവർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ പഴയ മലയാള ടീച്ചർ കൂടിയായിരുന്നു സുജ രാജേന്ദ്രൻ. സുജ രാജേന്ദ്രനെ മലയാള ടീച്ചേഴ്സിനെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. 2 വാക്ക് സംസാരിക്കും. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി. ചേട്ടാണ് പേരെടുത്ത് പറയുന്നില്ല. സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഇത്രയും പ്രഗത്ഭമായിട്ടുള്ള പരിപാടി നടത്തുന്ന ഈ ജനസംഖ്യയിൽ ഈ ഒരു വനിതാ ദിനം ആചരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നതിൽ തന്നെ വളരെ അഭിമാനമുള്ള കാര്യമാണ്. ഇത്രയും ലേഡീസ് ഇവിടെ ഒരു ഗെറ്റ് ടുഗദർ എന്ന് തന്നെ പറയും. ഇതൊക്കെ തന്നെയാണ് വനിതാ ദിനത്തിന്റെ ഏറ്റവും മുഖ്യമായ കാര്യം. ഇത് തന്നെയാണ് ഒരു കൂട്ടായ്മ. ഇത്രയും ലേഡീസ് ഒന്നിച്ചു കൂടി ഒരു കൂട്ടായ്മയെന്ന് കാണുമ്പോൾ തന്നെ വനിതകൾ എത്രമാത്രം ശക്തരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ഒരു വനിതാ ദിനത്തിന് അല്ലെ ആഘോഷത്തിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇന്നിവിടെ പറഞ്ഞു, ഈ വനിതാ ദിനം നിങ്ങൾ തുടക്കമിട്ടത് നിരാലംബരായ കുടുംബത്തിൽ ഭക്ഷണം നൽകിക്കൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് കേട്ടത് വളരെ അഭിമാനം തോന്നുന്നു. എത്ര ശക്തരായ സ്ത്രീ കൂട്ടമാണ് ഇവിടെ ഉള്ളതെന്ന്. അതുപോലെ തന്നെ ഇപ്പം ഗായത്രി മാഡം വളരെ വിശദമായി തന്നെ എന്താണ് ആ ഒരു സബ്ജക്റ്റ് എടുത്ത് പഴയതിൽ നിന്ന് പുതിയ പാരമ്പര്യത്തിലോട്ട് എത്രമാത്രം സ്ത്രീകൾ വളർന്നു, എത്രമാത്രം മാറ്റങ്ങൾ സംഭവിച്ചു, എന്താണ് സ്ത്രീ ശാക്തീകരണം, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഗായത്രി
ഇത്ര വർഷമായിട്ടും എല്ലാ വർഷവും പ്രസംഗത്തിലുള്ള സ്ത്രീ ശാക്തീകരണം, സമത്വം ഒക്കെ പറയാറുണ്ട്. എങ്കിലും എവിടെയോ ഇപ്പോഴും ഒരു താഴ്ച സ്ത്രീകൾക്കുണ്ടെന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല. അതിനെ അംഗീകരിക്കണം. ഓരോ വർഷം നമ്മൾ ഓരോ പ്രമേയം കൊണ്ടുവരാറുണ്ട്. ഗവൺമെന്റ് ഈ വർഷം പറയുന്നത് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അവർക്ക് അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം, അവരുടെ കഴിവുകളെ അംഗീകരിക്കുക. അത് ഭാഷാപരമായിട്ടും അല്ലെ അധികാരത്തിൽ ഒരു മാറ്റമില്ലാതെ അവർ ഏതെല്ലാം രീതിയിൽ മുൻപോട്ട് വന്നിട്ടുണ്ട് അവരെ അംഗീകരിക്കണം. അവരുടെ കഴിവിനെ നമ്മൾ അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഒരു മാറ്റം ഉണ്ടാകുകയുള്ളൂ. ശാശ്വതമായ മാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉത്തേജിപ്പിക്കാൻ ഇപ്പോഴത്തെ നമ്മുടെ അടുത്ത തലമുറ കുട്ടികളെ നമ്മൾ ശാക്തീകരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്ത്രീകളെ പറ്റി പറഞ്ഞു. അന്നുകൊണ്ട് മാഡം പറഞ്ഞു ഒരുപാട് പഴയ കാലം തൊട്ട് എത്രമാത്രം സ്ത്രീകൾ എന്തെല്ലാം യാതനകൾക്ക് പറയാൻ പറ്റത്തില്ല, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷനിലൂടെ ഇന്ന് ഇവിടെ വരെ എത്തി. അപ്പൊ ആ മാറ്റങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി? അപ്പൊ മാറ്റങ്ങൾക്ക് നമുക്കറിയാം, ഇപ്പം പേപ്പർ എടുത്ത് നോക്കിയാലും ഇന്നും ഇത്രമാത്രം സ്ത്രീ സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കൊച്ചു കുട്ടികൾ പോലും ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നും ഉണ്ട്. നമുക്ക് വേണ്ടിയത് എന്തെന്ന് ചോദിച്ചാൽ ഏത് അർദ്ധരാത്രിയിലും സുരക്ഷിതരായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു കാലം വേണം. പേടിക്കാതെ. ഇന്ന് സ്ത്രീകൾക്ക് പേടിയാ. 10 മണി കഴിഞ്ഞാൽ ഇത്രമാത്രം സ്ത്രീ ശാക്തീകരണവും സമത്വ എല്ലാം ഉണ്ടായെങ്കിലും ഒരു 10 മണി 11 മണി കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ ഒരിക്കലും തന്നെ പോകത്തില്ല. അവർക്ക് പേടിയാണ്, സ്വന്തമായിട്ട് പേടി. അതല്ലെങ്കിൽ സമൂഹം അവരെ കുറ്റപ്പെടുത്താറുണ്ട്. അവര് രാത്രി പോയിട്ട് വരുന്നു. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയില്ല. അത് നമ്മൾ അപ്പൊ ആ ഒരു സുരക്ഷിതത്വം സ്ത്രീകൾക്ക് ഉണ്ടാകണം. അതായിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഒരുപാട് ലേഡീസിനെ പറഞ്ഞു. ഇപ്പം സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയത്തില് ഒക്കെ ഒരുപാട് സ്ത്രീകൾ എത്തിപ്പെട്ടു. ഏറ്റവും പുതിയ നമ്മുടെ എക്സാമ്പിളാണ് ഇപ്പൊ സുനിത വില്യംസ്. എത്രമാത്രം വിൽ പവർ, അവരുടെ മാനസികമായ ഒരു കഴിവ്, ഒരു സെൽഫ് കോൺഫിഡൻസ്. 9 മാസം അവര് ബഹിരാകാശത്ത് വസിച്ചു. അതൊക്കെ നമുക്കൊരു മോട്ടിവേഷനാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, എനിക്ക് അവരെ പോലെ ആകണം എന്ന് ചിന്തയല്ല, ചിന്തിക്കണം. ആ ചിന്തയിൽ കൂടെ നമ്മൾ ആക്ഷൻ കൊണ്ടുവരണം. ചിന്തിച്ചാൽ മാത്രം പോലെ, നമ്മളെല്ലാം ചിന്തിക്കണം. അപ്പൊ നിങ്ങളെല്ലാം ഇവിടെ കഴിവുള്ളവരാണ്, ഇതിന്റെയൊക്കെ സെക്രട്ടറി ആയിട്ട്, പ്രസിഡന്റായിട്ട് എല്ലാം നല്ല നിലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ച് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആയിക്കൂടാ? ആ 10 പ്രാവശ്യം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കും ചെയ്യണം എന്നുള്ള ഒരു മനസ്സിലൊരു മോട്ടിവേഷൻ ഉണ്ടാവും. അത് നമ്മൾ തന്നെ വളർത്തിയെടുക്കണം. അത് വേറൊരാളല്ല സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു, മാഡം പറഞ്ഞു, വീട്ടിലെ ജോലികളൊക്കെ ഇപ്പൊ പുരുഷന്മാരും സഹായിക്കാറുണ്ട് ഉണ്ട്. അപ്പൊ പണ്ടത്തെ കാലത്ത് സ്ത്രീകൾ കൂടുതലും അടിച്ചമർത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പുരുഷന്മാർക്ക് ഒരു മസിൽ പവർ കൂടുതലും. അപ്പൊ എന്തെങ്കിലും അവരൊന്ന് ദേഷ്യപ്പെട്ടാലോ സ്വച്ഛ കുറയ്ക്കും, അയ്യോ എന്നെ ഉപദ്രവിച്ചാലോ അല്ലെ ചേട്ടൻ എന്നെ അടിച്ചാലോ പേടിച്ചിട്ട് അങ്ങ് മിണ്ടാതിരിക്കുന്ന ഒരു കാലം. അപ്പൊ അതൊക്കെ മാറി തുല്യമായിട്ട് ഒരു ഈക്വൽ അറ്റ്മോസ്ഫിയർ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയാറില്ലേ, പുരുഷന്മാരുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ സ്ത്രീകളുടെ വളർച്ചയുടെ പിന്നിൽ പുരുഷന്മാരുമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നു, ഇതെല്ലാം പുരുഷന്മാർ തന്നെയാണ്, അവരൊപ്പം ഉണ്ട്. അപ്പൊ നമുക്കൊരു സ്ത്രീക്ക് ഒരു കഴിവില്ല, നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. അപ്പൊ എല്ലാ കാര്യത്തിലും നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരണം. ഇപ്പൊ ഒരുപാട് ഇപ്പൊ പറഞ്ഞു, സ്ത്രീകളുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ വൃത്തം പോലെയാണെന്നാണ് പറയുന്നത്. വൃത്തത്തിനെ ചെറുതാക്കാം, വലുപ്പമാക്കുന്നത് നമ്മൾ തന്നെയാണ്. എത്രമാത്രം ആ വൃത്തത്തെ നമ്മൾ വലുപ്പമാക്കാം, അത്രമാത്രം ഒരു സൊസൈറ്റിയിൽ, ഒരു സമൂഹത്തിൽ നമുക്കൊരു സ്ഥാനം വരും. നമ്മൾ തന്നെയാണ് നമ്മളെ ആക്കേണ്ടത്, വേറൊരാളല്ല. അപ്പൊ നമ്മളിപ്പം എല്ലാ കാര്യത്തിലും പറഞ്ഞു. എങ്കിലും നമ്മൾ പറയുന്നത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ നാട്ടിലൊക്കെ ഉള്ളതെല്ലാം ഈ എന്താ ഡ്രഗ്സിന് അടിമപ്പെട്ട് എത്രയോ കുടുംബം, എത്ര കുട്ടികളാണ്, കുട്ടികളും ഡ്രഗ്സിന് അടിമപ്പെട്ട് കുട്ടികൾ അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, സഹോദരങ്ങൾ തമ്മിൽ കൊല്ലുന്നു. ഇതൊക്കെ ഇപ്പം നടക്കുന്ന കാര്യമാണ്. ആ കാര്യങ്ങൾ പോലും കൺട്രോൾ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ അമ്മമാരാണ്. നമ്മുടെ കുട്ടികളെ നമ്മുടെ സംസ്കാരം, പൈതൃകം ചേർത്ത് നമ്മൾ കൊച്ചിലെ വളർത്തിയാൽ ഈ വക കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഈ കുട്ടികൾ എങ്ങനെ വഴിപിടിച്ചു പോകുന്നത്? നമ്മുടെ കുട്ടികളിലുള്ള ശ്രദ്ധ, എല്ലാ അമ്മമാർക്കും കുട്ടികളിലുള്ള ശ്രദ്ധ എപ്പോഴും അവരെന്ത് പഠിക്കുന്നു, എന്താണ് ചെയ്യുന്നത്. ഒരു കഥ അടച്ചിട്ട് പഠിക്കുന്ന എന്തുകൊണ്ടല്ല, അത് മാറ്റിയെടുക്കണം. കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ വേറൊരു അന്യ സ്ത്രീയെയോ കുട്ടിയോ കണ്ടാൽ ഒരു ആൺകുട്ടിക്ക് അത് ഒരു പെങ്ങളാണോ അമ്മയാണോ തോന്നിക്കത്തക്ക ഒരു സംസ്കാരത്തിൽ ഒരു കുട്ടിയെ വളർത്തിയെടുത്താൽ തീർച്ചയായും ഇത്ര അക്രമങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ ഡ്രഗ്സിനൊക്കെ അടിമപ്പെടുന്ന കുട്ടികൾ എന്തുകൊണ്ടാണ്? മാതാപിതാക്കളുടെ
ശ്രദ്ധയും അവർക്ക് കിട്ടുന്നില്ല. കുട്ടികളുടെ കൂടെ കഴിയുക, സ്കൂളിൽ നിന്ന് കുട്ടികളോട് ചോദിക്കുക, അന്നത്തെ കാര്യങ്ങൾ ചോദിക്കുക, സ്കൂളിൽ എന്താ പഠിപ്പിച്ചെന്ന് ചോദിക്കാം, വിശേഷങ്ങൾ തിരക്കാം, കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ആ രീതിയിലെല്ലാം ഒരു കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് സ്ത്രീകൾ തന്നെയാണ്. വളരെ സന്തോഷം. നമ്മളെപ്പോഴും പറയുന്നില്ലേ, ഒരു പെൺകുട്ടിയായി ജനിച്ചതിൽ സന്തോഷിക്കുക, ഒരു കുടുംബത്തിന്റെ നാഥയായി കുടുംബ ഭരണം ഏറ്റെടുത്തതിൽ നമ്മൾ അഭിമാനിക്കുക, ഭർത്താവിനും മക്കൾക്കും നമ്മൾ ഒരു തണലായിരിക്കുന്നതിനും നമുക്ക് ആസ്വദിക്കാം. ഓരോ നിമിഷവും നിങ്ങളുടെ ദിനമായി കണക്കാക്കിക്കൊണ്ട് എപ്പോഴും ആസ്വദിക്കുക. അതിനൊരു വനിതാ ദിനം വരാൻ കാത്തിരിക്കേണ്ട, എന്നും നിങ്ങളുടെ ദിനം തന്നെയാണ്. എന്നും സന്തോഷത്തോടു കൂടി ഓരോ ദിനവും ആഗ്രഹിക്കാം. എന്നും നിങ്ങൾ വനിതാ ദിനം എന്നും നിങ്ങളുടെ സ്വന്തമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. തുടക്കകാലം തൊട്ട് ജനസംസ്കൃതിയുടെ സജീവ പ്രവർത്തകയും നമ്മുടെ മഹിളാ വിങ്ങിന്റെ കൺവീനറുമായ, കൂടാതെ മലയാളം മിഷൻ തുടങ്ങിയ കാലം മുതൽ മെമ്മോറിയൽ ബ്രാഞ്ചിന്റെ മലയാളം ടീച്ചറുമായിട്ടുള്ള അജിതയെ ക്ഷണിക്കുന്നു. വളരെ വർഷങ്ങളായി മലയാളം ടീച്ചേഴ്സ് സുധാകർ. നമ്മുടെ പുതിയ ടീച്ചേഴ്സ് ഉണ്ട്, അഞ്ജു ബിബി, ശ്രീലക്ഷ്മി, രമ്ന, വനിതാ ദിന ആചരണത്തിന്റെ ഭാഗമായി ഇവിടെ ഒത്തുകൂടിയ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഇവിടെ അടുത്താണ് കഴിഞ്ഞ ഫെബ്രുവരി 1-നാണ് വനിതാ കൺവെൻഷന്റെ ഭാഗമായി ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിച്ചത്. അതുകൊണ്ട് ഞാൻ അധികമൊന്നും ഇന്ന് സംസാരിക്കുന്നില്ല. എന്നിരുന്നാലും സന്തോഷമുണ്ട്. ഇത്തരം ഒരു പരിപാടി ഒന്ന് കുറച്ച് ദിവസം ലേറ്റ് ആയിട്ട് ആണെങ്കിൽ പോലും അതൊരു പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല അല്ലേ? നമുക്ക് ഇന്നിവിടെ ഒത്തുകൂടാനും എല്ലാവരും കുറച്ച് സമയം ഒരുമിച്ചിരിക്കാനും, അതുപോലെ ഡോക്ടർ ഗായത്രി പാനുഷ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഒരു ഇന്ത്യൻ വിമന്റെ യാത്ര ജേണി നമ്മളോട് വളരെ സിമ്പിൾ ആയിട്ട് വളരെ നല്ല രീതിയിൽ പറഞ്ഞു തന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 1-ന് കൺവെൻഷൻ നടത്തി പുതിയ ഭാരവാഹികളെ സെലക്ട് ചെയ്തു. നമ്മൾ അന്ന് പിരിഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ മറ്റൊരു പ്രോഗ്രാം വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ മെഹ്റോളി വനിതാ വിങ്ങിന് കഴിഞ്ഞതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, അപ്പോ വിമൻ റിലേറ്റഡ് ആയിട്ട് വനിതാ ദിനത്തിന്റെ അല്ലെങ്കിൽ ചരിത്രത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ വിമൻ ജേണി വളരെ നല്ല രീതിയിൽ ഇവിടെ രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞു. അതിനുപരിയായിട്ട് ഇപ്പോ ഗായത്രി കാര്യങ്ങൾ പറയുന്ന കൂടെ തന്നെ അവസാനം പറഞ്ഞു ഞാൻ കുറച്ച് സജഷൻസും പറയണല്ലോ എന്ന് പറഞ്ഞ് ആദ്യത്തെ ഒരു സജഷൻ എന്ന് പറയുന്നത് തന്നെ ഇത്തരം ഒരു കൂട്ടായ്മകളുടെ പ്രസക്തിയാണ്. ജനസംസ്കൃതി എന്ന് പറയുന്ന സംഘടന ഡൽഹിയിലും ഡൽഹി NCR മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന സാംസ്കാരിക പുരോഗമന സംഘടനയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനസംസ്കൃതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ് മഹിളാ വിംഗ്. മഹിളാ വിംഗിന്റെ ഭാഗമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീടുകളിൽ നമ്മൾ അതൊരു പേഴ്സണൽ സ്പേസ് ആണ്, അവിടെ തന്നെയാണ് മാറ്റങ്ങൾ വരുന്നത്. പക്ഷെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇടയ്ക്കെന്നല്ല, ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് വീടുകളിൽ നിന്ന് പുറത്തു വരാനും ഇത്തരം പരിപാടികളിലും ഇത്തരം കൂട്ടായ്മകളിലും പങ്കെടുക്കാൻ നമ്മളൊരു എക്സ്ട്രാ
എടുത്തേ പറ്റും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എനിക്ക് എന്തൊക്കെ കേൾക്കാൻ പറ്റി, എനിക്ക് എന്തൊക്കെ അനുഭവിക്കാൻ പറ്റി. ഞാൻ എപ്പോഴും കാണുന്ന ഈ വീടിന്റെ ചുമരുകൾക്കുള്ളിലുള്ളത് മാത്രമല്ല ലോകം, അല്ലെങ്കിൽ എന്നെ പോലെ പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാർ വേറെയുണ്ട്. ഗായത്രി പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ എന്താ പറയാ, ഇതിന് എന്താണ് സൊല്യൂഷൻ, നമുക്ക് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും. അപ്പോ ആർഗ്യുമെന്റൊക്കെ എപ്പോഴും പറയാറുണ്ട്, ആദ്യം നമ്മുടെ EC മീറ്റിങ്ങുകളിലൊക്കെ പുരുഷന്മാരെ കുറെ പേരൊക്കെ ഉണ്ടാകുമ്പോഴും സ്ത്രീകളുണ്ടെങ്കിലും സ്ത്രീകൾ അധികം സംസാരിക്കില്ല, എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും രേഖപ്പെടുത്തില്ല. പക്ഷെ ക്രമേണ മഹിളാവിന്റെ യോഗത്തിന് വരികയും എന്തെങ്കിലും പൊതുവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കഷൻ വരികയും അതിൽ ഡിസ്കഷനിൽ പ്രതികരിച്ചിട്ടും അതിൽ പങ്കെടുത്തിട്ടും, പ്രതികരണം മാത്രമല്ല നമുക്ക് അനുകൂലിച്ചിട്ട് ഏത് രീതിയിലും നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ ഇത്തരം മഹിളാവിൻ മീറ്റിങ്ങുകളിലൂടെ അവർക്ക് കഴിഞ്ഞു. പിന്നെ എപ്പോഴും ടോക്കിന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാൻ വരുമ്പോൾ പെട്ടെന്ന് കൈപ്പൊക്കി മുന്നോട്ട് വരുന്നു. അപ്പൊ ഇതും നമുക്ക് കിട്ടുന്ന ഒരു ട്രെയിനിങ് തന്നെയാണ്. നമ്മൾ പലപ്പോഴും മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ അവർ പറഞ്ഞോട്ടെ എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് ഞാൻ പ്രതികരിച്ചിട്ട് എനിക്ക് എന്ത് മാറ്റാണ് വരാൻ പോകുന്നത്, അങ്ങനെ ചിന്തിക്കേണ്ടതിന്റെ ഒരു ആവശ്യവുമില്ല. എല്ലാവരും ഇപ്പൊ ഭൂമി, ഇപ്പോ ബഷീറൊക്കെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ നോക്കിയാൽ പോലും നമ്മൾ ഭൂമിയുടെ അവകാശികളാണ് അല്ലെ. ജെൻഡർ ഡിഫറൻസിന്റെ പേരിലൊക്കെ ഒരുപാട് കാലം പിന്നോട്ടായി ഇപ്പോഴും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മളെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പോ കഴിഞ്ഞ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഇവരെന്നെ കോണ്ടാക്ട് ചെയ്യുകയും നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ മാസവും മഹിളാവിൻ മീറ്റിംഗ് കൂടുക, അത് വളരെ ഇൻഫോർമൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ 2-3 മാസങ്ങൾ കൂടുമ്പോൾ എന്തെങ്കിലും ഇതേപോലെ ടോക്ക് സംഘടിപ്പിക്കാം. അത് പല രീതിയിൽ നിങ്ങൾക്ക് മഹിളാവിൻ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റും. അപ്പോ ഈ നാട്ടിൽ നടക്കുന്ന വാർത്തകളും പത്രങ്ങളും ന്യൂസ് ചാനലും സിനിമകളും ഒക്കെ നമ്മൾക്ക് കൂടെ കാണാനും നമ്മളുടെ റിവ്യൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം. ഇപ്പൊ ആശാവർക്കർമാരുടെ സമരം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മളുടെ അഭിപ്രായം എന്താണ്. അപ്പൊ ഒരു പക്ഷെ നാളെ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു നിങ്ങൾക്ക് എന്താ അറിയാം വീട്ടിലെ പണികൾ എടുക്കുക എന്നല്ലാതെ, പക്ഷെ അത് അവൾക്ക് അതിനുള്ള അവസരങ്ങൾ എവിടെയാണ്. നിങ്ങൾക്ക് രാവിലെ എണീറ്റ് പത്രം വായിക്കാനോ അല്ലെങ്കിൽ വാർത്തകൾ കേൾക്കാനോ, ഇപ്പൊ നേരത്തെ സർവേനെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മുടെ ഭൂരിഭാഗം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഒരുപക്ഷെ വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ ചൈൽഡ് കെയർ ഇത്തരം കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾക്ക് അവസരങ്ങളിൽ അപ്പൊ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് പലപ്പോഴും നമ്മളോടും തന്നെയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ സംഘടനാപരമായി നമ്മൾ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആവും, വിജയകരമാവും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പുതിയ കമ്മിറ്റി ഇത്തരം ഒരുപാട് പരിപാടികൾ ഇനീഷ്യേറ്റീവ് എടുത്ത് നടത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഇത്തരം ഈ ഒരു തരത്തിലൊരു ടോപ്പിക്കിൽ ആദ്യത്തെ ഒരു ചർച്ച വേണം. അങ്ങനെ ഒരു നല്ലൊരു പ്ലാനിങ് ഈ കമ്മിറ്റിക്ക് ഉണ്ട് എന്ന് എനിക്കറിയാം. എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് ടോക്കുകളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളുടെ കൂടെ ജനസംസ്കൃതി മൊത്തമായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. കൂടാതെ തന്നെ നിങ്ങളുടെ ബ്രാഞ്ച് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും എല്ലാം നിങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് അതിന്റെ പ്ലസ് പോയിന്റ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. നമ്മുടെ സാംസ്കാരിക പരിപാടിയുടെ അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ കലാപരിപാടിയിലേക്ക് കിടക്കും. Puli manalla mayalla
I'm spice, I'm sugar, I'm fire, desire. കൺമിഴിയിൽ കനിവും ചെന്തിയും പകർന്നാടിയും പല വേഷങ്ങൾ ഉള്ളിൽ സ്നേഹമോലും നീ കാണാ പോരാടിയത സ്ത്രീ മഹിള ജനനി ദേവി സത് പാതി ഞാനാകുന്നുലകം നാം ഒന്നായി വാഴുന്നുലകം എങ്ങെങ്ങും ജീവൻ പകരും സർവമിത ഞാൻ നല്ലൊരു നാൾക്കായി കാത്തിടും പ്രതീക്ഷയും ഞാൻ